സുധാകരനൊരു അംഗത്തിനുള്ള ശക്തിയുണ്ടോ? തിരഞ്ഞെടുപ്പിന് ശേഷം ഉയരുന്ന കലാപങ്ങളിൽ പിടിച്ചു നിൽക്കാനുള്ള കെൽപ്പ് KPCC അധ്യക്ഷനുണ്ടോ എന്ന ചോദ്യത്തിന് ഇല്ലെന്ന് വേണം ഉത്തരം പറയാൻ. കേരളത്തിലെ കോൺഗ്രസ് കടുത്ത പ്രതിസന്ധിയിലാണ്. കേരളത്തിലെ കോൺഗ്രസിനെ നയിക്കേണ്ട അധ്യക്ഷൻ കണ്ണൂരിലെ തിരഞ്ഞെടുപ്പിൽ മാത്രമായി ചുരുങ്ങിപ്പോയത് കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങളെ ആകെ ബാധിച്ചോ? സുധാകരനെതിരെ കോൺഗ്രസിൽ രൂപപ്പെട്ടിരിക്കുന്നത് മുൻപെങ്ങുമില്ലാത്ത തരത്തിലുള്ള നീക്കങ്ങളാണ്. കേരളത്തിലെ കോൺഗ്രസിന്റെ അമരത്തേക്ക് സുധാകരൻ തിരിച്ചെത്താനുള്ള സാധ്യതകളെല്ലാം തടയുകയാണ് നേതാക്കൾ. അതിൽ ഗ്രൂപ്പ് വ്യത്യാസമില്ലാതെ ഒരുമിച്ചുള്ള നീക്കമാണ് അണിയറയിൽ നടക്കുന്നത്. KC വേണുഗോപാലിന്റെ അനുഗ്രഹാശസ്സുകളോടെയാണ് ഈ പടപ്പുറപ്പാട്. തെരഞ്ഞെടുപ്പിന് ശേഷം KPCC അധ്യക്ഷനായിരുന്ന സുധാകരന്റെ ഭാവി എന്തായിരിക്കും? കോൺഗ്രസിൽ നടക്കുന്ന ചർച്ചയാണിത്. സുധാകരൻ KPCC അധ്യക്ഷനായി തുടരുമോ? ഇല്ലെന്നാണ് ലഭിക്കുന്ന സൂചനകൾ. കണ്ണൂരിൽ വീണ്ടും മത്സരിക്കാനായാണ് സുധാകരൻ തന്റെ KPCC അധ്യക്ഷ കുപ്പായം തൽക്കാലത്തേക്ക് അഴിച്ചുവെച്ചത്. KPCC അധ്യക്ഷ സ്ഥാനമാണോ വലുത്, ഒരു MP സ്ഥാനമാണോ എന്ന ചോദ്യത്തിന് ഒരു MP ആവുന്നത് ഗുണകരം എന്ന് മനസ്സിലാക്കിയ നേതാവാണ് സുധാകരൻ. കേരളത്തിലെ കോൺഗ്രസിനെ ആകമാനം ഉദ്ധരിച്ചു കളയും എന്നായിരുന്നു സുധാകരന്റെ വരവിൽ മാലോകർ കരുതിയിരുന്നത്. എന്നാൽ ഒന്നും നടന്നില്ല. കോൺഗ്രസിനെ സെമി കേഡർ ആക്കി കളയുമെന്നായിരുന്നല്ലോ സുധാകരന്റെ വാഗ്ദാനം. എന്നാൽ കോൺഗ്രസ് സെമി കേഡർ ആയില്ല എന്നു മാത്രമല്ല, പ്രവർത്തകർക്ക് ഒരു താല്പര്യമില്ലാതായി എന്നതാണ് സുധാകരന്റെ വരവോടെ സംഭവിച്ചത്. കണ്ണൂരിൽ സുധാകരൻ കോൺഗ്രസിന്റെ ആവേശമായിരുന്നു എന്നത് സത്യമാണ്. കഴിഞ്ഞ 40 വർഷമായി കണ്ണൂരിലെ കോൺഗ്രസിനെ CPM-മായി പോരാടി തന്നെയാണ് സുധാകരൻ നിലനിർത്തിയത്. എന്നാൽ കണ്ണൂർ അല്ലല്ലോ കേരളം. കോൺഗ്രസിന്റെ പ്രതീക്ഷകളായിരുന്ന സുധാകരനും പ്രതിപക്ഷ നേതാവ് VD സതീശനും കോൺഗ്രസിന്റെ ഉയർത്തെഴുന്നേൽപ്പിന് ഇവരുടെ വരവ് വഴിയൊരുക്കുമെന്നായിരുന്നു കരുതിയിരുന്നത്. എന്നാൽ കോൺഗ്രസിന് ഒരു ഉയർത്തെഴുന്നേൽപ്പും ഉണ്ടായില്ല എന്നതാണ് പരമാർത്ഥം. VM സുധീരനും മുല്ലപ്പള്ളി രാമചന്ദ്രനും ചേർന്ന് തകർത്ത കോൺഗ്രസിനെ രക്ഷിക്കുക എന്നതായിരുന്നു ദൗത്യം. ഈ ദൗത്യം സുധാകരന് നടപ്പാക്കാനായില്ല എന്ന് മാത്രമല്ല, ഒരുമിപ്പിക്കാനുള്ള പദ്ധതിയും ഉണ്ടായില്ല. സുധാകരന് KPCC അധ്യക്ഷ പദവിയിൽ എത്തുക എന്ന് മാത്രമേ ആഗ്രഹമുണ്ടായിരുന്നുള്ളൂ. ആ ആഗ്രഹം സാധീകരിച്ചു, അല്ലാതെ ഒന്നും സംഭവിച്ചില്ല. കണ്ണൂരിൽ മറ്റൊരു സ്ഥാനാർത്ഥി ഇല്ലാത്തതിനാൽ വീണ്ടും തന്നെ മത്സരിക്കാൻ തീരുമാനിച്ചുവെന്നാണ് സുധാകരൻ പറഞ്ഞത്. കേരളത്തിൽ കോൺഗ്രസ് തോൽക്കാൻ സാധ്യതയുള്ള 2 സീറ്റുകളിൽ ഒന്നായ കണ്ണൂർ മാറിയതും സുധാകരന്റെ ഈ തീരുമാനമാണ്. ഒരു യുവ സ്ഥാനാർത്ഥിയെ കോൺഗ്രസ് കണ്ണൂരിൽ അവതരിപ്പിച്ചിരുന്നുവെങ്കിൽ കണ്ണൂരിൽ കോൺഗ്രസിന് കാര്യങ്ങൾ എളുപ്പമായേനെ. പക്ഷേ അതുണ്ടായില്ല. സ്വന്തം തട്ടകത്തിൽ ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ പോലും പറ്റാത്ത KPCC അധ്യക്ഷനായി സുധാകരൻ അധപ്പതിച്ചു എന്നതാണ് സാരം. തന്നെ KPCC അധ്യക്ഷനാക്കിയില്ലെങ്കിൽ താൻ BJP-യിൽ പോവും എന്ന ഭീഷണി മുഴക്കിയാണ് സുധാകരൻ KPCC അധ്യക്ഷനായി മാറുന്നത്. തന്നെ അവഗണിക്കുന്നു എന്നായിരുന്നല്ലോ സുധാകരന്റെ എക്കാലത്തെയും ആക്ഷേപം. എന്നിട്ട് എന്തായി? തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ വീണ്ടും അധ്യക്ഷ സ്ഥാനത്തേക്ക് തിരിച്ചു വരാമെന്നാണ് സുധാകരൻ കരുതിയിരുന്നത്. എന്നാൽ KPCC അധ്യക്ഷന്റെ താൽക്കാലിക ചുമതല MM ഹസനാണ്. ഹസൻ തുടരുമെന്നാണ് ഹൈക്കമാൻഡിന്റെ തീരുമാനം. ജൂൺ 4-ന് ഫലം വരട്ടെ, എന്നിട്ട് തീരുമാനിക്കാം എന്നാണ് AICC-യുടെ നിലപാട്. കാര്യങ്ങൾ കൈവിട്ടുവെന്ന് സുധാകരനും മനസ്സിലായിട്ടുണ്ട്. ആരോഗ്യ കാരണങ്ങളാൽ സുധാകരന് കുറച്ചു കാലമായി KPCC അധ്യക്ഷനെന്ന നിലയിൽ സജീവമാവാൻ സാധിക്കുന്നില്ലെന്ന പരിമിതികൾ ഉണ്ടായിരുന്നു. അമേരിക്കയിൽ ചികിത്സയ്ക്കായി പോകുമ്പോൾ അധ്യക്ഷ സ്ഥാനം കൈമാറാമെന്ന് ചില കോണുകളിൽ നിന്നും ആവശ്യമുയർന്നിരുന്നു. എന്നാൽ അതുണ്ടായില്ല. സുധാകരന് അധ്യക്ഷ സ്ഥാനം തിരികെ ലഭിക്കില്ല എന്നാണ് കോൺഗ്രസ് വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. കാര്യങ്ങൾ അത്ര ശുഭസൂചകമല്ല. കോൺഗ്രസ് പ്രതീക്ഷിച്ച വിജയം കൈവരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരെയും കലാപക്കൊടി ഉയരാനുള്ള സാധ്യതയും നിലവിലുണ്ട്. സുധാകരൻ കണ്ണൂരിൽ പരാജയപ്പെട്ടാൽ അത് സുധാകരന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ കനത്ത തിരിച്ചടിയായി മാറും. BJP-യുമായി ചർച്ച നടത്തിയില്ലെന്ന ദല്ലാൽ നന്ദകുമാറിന്റെ വെളിപ്പെടുത്തലും മോൺസൺ മാവുങ്കലിൽ നിന്നും പണം കൈപ്പറ്റിയെന്ന കേസുമെല്ലാം സുധാകരനെതിരെയുള്ള ചാർജ് ഷീറ്റായി മാറും. എന്തായാലും KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് സുധാകരന് ഒരു മടങ്ങിവരവില്ലെന്ന് വ്യക്തം.